കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു കാർ വാങ്ങിയാലോ എന്ന ചിന്ത തലയിൽ കയറിക്കൂടിയിട്ട്. കാർ ഒരു ആഡംബരമല്ല, അതൊരു അത്യാവശ്യമാണ്. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കാരണവശാൽ രാത്രി ആശുപത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ അത് ചെയ്യാൻ കഴിയണം. 2 മാസം മുമ്പ് ഒരു രാത്രി അച്ഛന് കഠിനമായ നെഞ്ചുവേദന വന്നു. അടുത്തെവിടെയും കാറോ ഓട്ടോയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ സ്ഥിരം ഓട്ടം വിളിക്കാറുള്ള കാർ ഡ്രൈവർ അന്ന് ദൂരെ എവിടെയോ ടൂറ് പോയിരിക്കുകയായിരുന്നു. ആ രാത്രി ഞാൻ അനുഭവിച്ച ഒരു പരിഭ്രാന്തിയുണ്ട്. പറഞ്ഞറിയിക്കാൻ കഴിയില്ല. എന്തോ ഭാഗ്യത്തിന് വീടിന് മുന്നിലെ റോഡിലേക്കിറങ്ങി അല്പം മുന്നോട്ട് നടന്ന നേരത്താണ് ഒരു പരിചയക്കാരനും കുടുംബവും കാറിൽ അതുവഴി വരുന്നത്. പാതിരാത്രി റോഡിൽ എന്നെ കണ്ട് കാർ നിർത്തിയ അവരോട് ഞാൻ കാര്യം പറഞ്ഞു. അന്ന് അവരുടെ സഹായത്തോടെ ഞങ്ങൾ അച്ഛനെ ആശുപത്രിയിലെത്തിച്ചു. കൃത്യസമയത്ത് തന്നെ ചികിത്സ നൽകാൻ കഴിഞ്ഞതുകൊണ്ട് അച്ഛനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. അന്ന് ആശുപത്രിയിൽ നിൽക്കുന്ന നേരത്ത് ഞാനൊരു തീരുമാനമെടുത്തു. ഒരു കാർ വാങ്ങണം. പുതിയത് വാങ്ങാനുള്ള അത്ര സാമ്പത്തിക ശേഷിയൊന്നും എനിക്കില്ല. കുറച്ചൊന്ന് തപ്പിയാൽ നല്ല കണ്ടീഷൻ വണ്ടി സെക്കൻഡ് ഹാൻഡ് ഒപ്പിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ അച്ഛൻ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വന്ന ദിവസം മുതൽ ഞാൻ ഓരോ പരിചയക്കാരോടും മറ്റും സെക്കൻഡ് ഹാൻഡ് കാർ കൊടുക്കാനുള്ള കാര്യം അറിയുകയാണെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. കൂടാതെ അക്കാര്യം ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇടുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരു കാർ കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞ് രാജേന്ദ്രൻ എന്നൊരാളുടെ വാട്സാപ്പ് മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ജോലി സംബന്ധമായി മുമ്പ് എപ്പോഴോ സേവ് ചെയ്തു വെച്ച ഒരു നമ്പറാണ്. അതിനപ്പുറം എനിക്ക് അയാളെ വ്യക്തിപരമായ പരിചയമൊന്നുമില്ല. ഇതാണ് ഈ വാട്സാപ്പ് സ്റ്റാറ്റസ് കൊണ്ടുള്ള ഗുണം. നേരിട്ട് അടുപ്പമില്ലാത്ത ആളുകളെ വരെ കാര്യമറിയിക്കാൻ പറ്റും. എന്തായാലും ഇന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരും വഴി വന്ന് വണ്ടി കാണാമെന്ന് ഞാൻ അയാൾക്ക് മറുപടി നൽകി. അതിനയാൾ ഒരു തംസപ്പ് ഇമോജി തിരികെ അയച്ചു. അങ്ങനെ അന്ന് വൈകുന്നേരം ജോലി കഴിഞ്ഞ ശേഷം പറഞ്ഞിരുന്ന പ്രകാരം ഞാൻ ബൈക്കിൽ രാജേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സ്ഥലം എനിക്കത്ര പരിചയമില്ലാതിരുന്നതുകൊണ്ട് അയാൾ എനിക്ക് വാട്സാപ്പിൽ ലൊക്കേഷൻ അയച്ചു തന്നിരുന്നു. അത് നോക്കിയാണ് ഞാൻ അവിടേക്ക് പോയത്. 1 മണിക്കൂറിനടുത്ത് വേണ്ടി വന്നു ബൈക്കിൽ അയാളുടെ വീട്ടിലെത്താൻ. വീടിന് മുന്നിൽ ബൈക്ക് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അയാൾ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ ആണെന്ന് കണ്ടതും അയാൾ ചിരിച്ചുകൊണ്ട് ഒരു കൈ ഉയർത്തി കാണിച്ചു. അതാണ് വണ്ടി. എൻ്റെ അടുത്തേക്ക് വന്ന് അയാൾ ഒരു മൂലയിലേക്ക് കൈ ചൂണ്ടി. മുറ്റത്ത് ഒരു കോണിൽ ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുകയായിരുന്ന വണ്ടി അപ്പോഴാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. അയാൾ നേരെ ചെന്ന് ഷീറ്റ് പൊക്കി മാറ്റി. നല്ല ചുവന്ന നിറമുള്ള ഉഗ്രൻ കാർ. വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. കാരണം സെക്കൻഡ് ഹാൻഡ് ആണെന്ന് ഒരിക്കലും പറയില്ല. നല്ല പുത്തൻ പോലെ തന്നെ തോന്നിക്കുന്നുണ്ട്. പക്ഷെ വില കൊണ്ട് ഒക്കുമോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും ഞാൻ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കി. കാർ ഓടിച്ചിട്ട് കുറച്ചധികം നാളുകൾ ആയിരുന്നതുകൊണ്ട് എനിക്ക് ഉദ്ദേശിച്ച രീതിയിൽ കാർ നിയന്ത്രിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നി. വളരെ പതുക്കെയാണ് ഓടിച്ചതെങ്കിലും കാർ പെട്ടെന്ന് വീടിൻ്റെ മതിൽക്കെട്ടിൽ ചെന്നിടിക്കാൻ പോയി. ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്കിട്ട് വണ്ടി നിർത്തി. അതുകൊണ്ട് കാർ മതിലിൽ ഇടിക്കാതെ രക്ഷപ്പെട്ടു. ഞാൻ കാറിൽ നിന്നും ഇറങ്ങി എൻ്റെ ഡ്രൈവിംഗ് കണ്ടിട്ട് പകച്ച ഭാവവുമായി മുറ്റത്ത് നിൽക്കുകയായിരുന്ന രാജേന്ദ്രൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. എനിക്ക് കാർ ഇഷ്ടപ്പെട്ടു എന്നും വിലയുടെ കാര്യം എങ്ങനെയാണ് എന്നും ഞാൻ ആളോട് ചോദിച്ചു. ഉടനെ എത്രയാണ് താങ്കളുടെ ബഡ്ജറ്റ് എന്ന് പുള്ളിക്കാരൻ ചോദിച്ചു. ഇത്രയും നല്ല കാർ വാങ്ങാനുള്ള നീക്കിയിരിപ്പില്ലാത്തതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടി തോന്നി. ചേട്ടൻ എത്രയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. പക്ഷെ അത് പറയുന്നതിനു പകരം ആൾ എന്നോട് ഞാൻ കരുതുന്ന തുക എത്രയാണ് എന്ന് പറയാൻ പറഞ്ഞു. നന്നേ കുറവായിരിക്കുമെന്നറിയാമായിരുന്നെങ്കിലും ഞാൻ എൻ്റെ ബഡ്ജറ്റ് വെളിപ്പെടുത്തി. അത് കേട്ട് ആൾ പരിഹസിച്ച് ചിരിക്കുമെന്നായിരുന്നു ഞാൻ കരുതിയത്. പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഡീൽ എന്നും പറഞ്ഞ പുള്ളിക്കാരൻ എനിക്ക് കൈ തന്നു. എനിക്ക് വിശ്വസിക്കാനായില്ല. ഇത്രയും നല്ല കാർ ഈ കുറഞ്ഞ വിലയ്ക്കോ? ഇനി എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട് കിട്ടുന്ന വിലയ്ക്ക് കൊടുത്ത് ഒഴിവാക്കുന്നത് വല്ലതുമാണോ? എനിക്ക് സംശയമായി. അക്കാര്യം മുഖത്ത് നോക്കി ചോദിക്കുന്നത് മോശമായിരിക്കും എന്നതുകൊണ്ട് ഞാൻ ആളോട് സംസാരിക്കുന്ന നേരത്ത് അത് ചൂഴ്ന്നെടുക്കാൻ ശ്രമിച്ചു. കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കാര്യം എനിക്ക് പിടികിട്ടിയത്. ഈ കാർ സത്യത്തിൽ സെക്കൻഡ് ഹാൻഡ് അല്ല, മറിച്ച് തേർഡ് ഹാൻഡ് ആണ്. രാജേന്ദ്രൻ ചേട്ടൻ മറ്റൊരാളുടെ പക്കൽ നിന്നും 3-4 മാസം മുമ്പ് വാങ്ങിയതാണ് ഈ കാർ. ഇപ്പോൾ പക്ഷേ പുള്ളിക്കാരനും ഭാര്യയും കാനഡയിലുള്ള മകൻ്റെ അടുത്തേക്ക് പോകാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കാർ വിൽക്കുന്നത്. തേർഡ് ഹാൻഡെങ്കിൽ അത്. ഈ കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും നല്ല കണ്ടീഷൻ വണ്ടി വേറെ കിട്ടില്ല എന്നതുകൊണ്ട് ഞാൻ ആ ഡീൽ ഉറപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം വൈകുന്നേരം ഞാൻ പറഞ്ഞ തുക മുഴുവനുമായി ഒരു സുഹൃത്തിൻ്റെ ഒപ്പം ബൈക്കിൽ രാജേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നു. എൻ്റെ കൂടെ വന്ന സുഹൃത്തിനും കാർ ഇഷ്ടമായി. അവൻ ഉള്ളിൽ കയറിയൊന്ന് ഇരുന്നു നോക്കിയെങ്കിലും ഓടിച്ചു നോക്കിയില്ല. അന്ന് പൈസ കൊടുത്ത് വേണ്ട പേപ്പറുകളെല്ലാം വാങ്ങിയ ശേഷം ഞാൻ കാറിലും സുഹൃത്ത് ബൈക്കിലും വീട്ടിലേക്ക് തിരിച്ചു. കാർ വഴങ്ങി വരാൻ കുറച്ച് സമയമെടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധയോടെ സാവധാനമാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആത്മവിശ്വാസം തോന്നി തുടങ്ങി. ഞാൻ പതിയെ വേഗത അല്പം വർദ്ധിപ്പിച്ചു. കുഴപ്പമൊന്നുമില്ല, കാർ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്.
അതുകൊണ്ട് ഞാൻ അല്പം കൂടി വേഗത വർദ്ധിപ്പിച്ചു. എന്ന് കരുതി അമിത വേഗതയിലേക്ക് കടക്കാൻ ഞാൻ മുതിർന്നില്ല. വണ്ടി മണിക്കൂറിൽ ഒരു 60 കിലോമീറ്റർ വേഗതയൊക്കെ കൈവരിച്ച് കാണും. പെട്ടെന്ന് കാർ എൻ്റെ കയ്യിൽ നിന്നും നിയന്ത്രണം നഷ്ടമായി റോഡിൻ്റെ എതിർവശത്തേക്ക് തെന്നിമാറാൻ തുടങ്ങി. എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും വരികയായിരുന്ന ടോറസ് ലോറി ഉച്ചത്തിൽ ഹോൺ മുഴക്കി. അതുകൂടിയായപ്പോൾ ഞാനാകെ പരിഭ്രാന്തനായി. ഒരു വിധത്തിൽ കാർ വെട്ടിച്ചു മാറ്റി ഞാൻ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. ലോറിക്കാരൻ അടുത്തെത്തി വണ്ടി നിർത്താതെ തന്നെ എന്തോ ചീത്തയും വിളിച്ച് കടന്നുപോയി. വല്ലാതെ ഭയന്നുപോയ ഞാൻ കാറിനുള്ളിൽ ഇരുന്ന് കിതച്ചു. AC-യുടെ തണുപ്പിലും എൻ്റെ മുഖത്ത് വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. എനിക്ക് പുറകെ വരികയായിരുന്ന സുഹൃത്ത് കാറിനടുത്തെത്തി ബൈക്ക് നിർത്തി. എന്താ പറ്റിയതെന്ന് അവൻ എന്നോട് ചോദിച്ചു. എൻ്റെ അമിതാത്മവിശ്വാസം മൂലം സംഭവിച്ചതാണ് എന്നറിയാമായിരുന്നെങ്കിലും പെട്ടെന്നൊരു പട്ടി വട്ടം ചാടിയപ്പോൾ പറ്റിയതാണ് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറി. തലനാരിഴയ്ക്കാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എന്നതുകൊണ്ട് കുറച്ചു നേരത്തേക്ക് എൻ്റെ ദേഹം മൊത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചു നേരം സീറ്റിൽ തല ചാരിയിരുന്ന ശേഷം ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. വീടിനടുത്തുള്ള ടൗണിലെ ഹോട്ടലിൽ നിന്നും സുഹൃത്തിനൊപ്പം എന്തെങ്കിലും കഴിക്കാമെന്നാണ് കരുതിയിരുന്നത്. ഇനിയിപ്പോൾ കുറച്ചു നേരത്തേക്ക് എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ അടുത്തുണ്ടായിരുന്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ സുഹൃത്തിനെയും കൂട്ടി കുറച്ചു മുന്നിലായി കണ്ട ഒരു ഹോട്ടലിലേക്ക് പോയി. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് റിലാക്സ്ഡായി. ഇനി വണ്ടി എടുക്കാം. വളരെ ശ്രദ്ധയോടെ ഓടിച്ചാൽ മതി, വേഗത വേണ്ട, കാറിൽ കയറിയിരുന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വളരെ ശ്രദ്ധയോടെയും സാവധാനവുമാണ് ഞാൻ വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് തന്നെ രാത്രിയോടടുത്താണ് ഞാൻ വീട്ടിലെത്തിയത്. ഇടയ്ക്ക് വെച്ച് സുഹൃത്ത് യാത്ര പറഞ്ഞു പിരിഞ്ഞിരുന്നു. ഞാൻ തുറന്നു കിടക്കുകയായിരുന്ന ഗേറ്റിലൂടെ കാർ വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറ്റി. ആ നിമിഷം തൊട്ട് വീട്ടിലെ വളർത്തുനായ കൈസർ നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി. അത് കേട്ട് അച്ഛനും അമ്മയും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണ് അവർ ആദ്യമായി ഈ കാർ കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്ക് വണ്ടി ഇഷ്ടമായി. സെക്കൻഡ് ഹാൻഡ് എന്നൊക്കെ കേട്ടപ്പോൾ അല്പം പഴക്കം തോന്നിക്കുന്ന ഒരു കാറായിരിക്കുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. ഒട്ടും പുതുമ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത വാഹനം കണ്ട് അവർക്ക് സന്തോഷമായി. അവരെയും കാറിൽ കയറ്റി ഒന്ന് ചുറ്റി വന്നാലോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. പിന്നെ ഇവിടേക്ക് വരുന്ന വഴി സംഭവിക്കാൻ പോയ അപകടത്തിൻ്റെ കാര്യം ഓർത്തപ്പോൾ ഇപ്പോൾ വേണ്ടെന്ന് തോന്നി. കാർ നല്ലപോലെ വഴങ്ങി വരട്ടെ, അതിനുശേഷമാവാം. ഞാൻ കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി. അപ്പോഴും കൈസർ കുര നിർത്തിയിരുന്നില്ല. ഏതോ മുൻജന്മ ശത്രുവിനെ കണ്ടതുപോലെ അവൻ 2 കാലിൽ നിന്നുകൊണ്ട് പരാക്രമം കാണിക്കുന്നുണ്ടായിരുന്നു. അവൻ കുഞ്ഞായിരുന്ന സമയത്ത് ഒരിക്കൽ ഒരു ചുവന്ന കാർ അവനെ ഇടിച്ചിട്ടുണ്ട്. ആ സംഭവത്തിനു ശേഷം ഗേറ്റ് തുറന്നു കിടക്കുകയാണെങ്കിൽ ഏതെങ്കിലും ചുവന്ന കാർ റോഡിലൂടെ പോകുന്നത് കണ്ടാൽ അവൻ ഇതുപോലെ നിർത്താതെ കുരച്ചുകൊണ്ട് അതിനു പുറകെ ഓടുമായിരുന്നു. അവൻ്റെ കുര അസഹനീയമായപ്പോൾ അച്ഛൻ ചെന്ന് അവനെ ചങ്ങലയിൽ നിന്നും അഴിച്ചുവിട്ടു. അവൻ വേഗം കാറിന് നേരെ ഓടി വരുമെന്നായിരുന്നു ഞങ്ങൾ കരുതിയത്. പക്ഷെ അവൻ അല്പം മുന്നോട്ട് വന്ന ശേഷം എന്തോ കണ്ട് ഭയന്നാലെന്ന പോലെ പുറകോട്ട് പോയി അവിടെ നിന്ന് കുരയ്ക്കാൻ തുടങ്ങി. അത് കണ്ട് ഞങ്ങൾക്ക് ചിരി വന്നു. ഇതാ പറയുന്നത് കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന്. അവനെ നോക്കി അച്ഛൻ പറഞ്ഞു. കുറച്ചു നേരം കാർ കണ്ടു കഴിയുമ്പോൾ അവൻ കുര നിർത്തിക്കോളുമെന്ന് കരുതി ഞങ്ങൾ വീടിനകത്തേക്ക് പോയി. പക്ഷെ കുറേ നേരം കഴിഞ്ഞിട്ടും അവൻ കുര നിർത്താതായപ്പോൾ അച്ഛൻ അവനെ വീടിൻ്റെ പുറകിലേക്ക് മാറ്റിക്കെട്ടാനായി ചെന്നു. അച്ഛനൊപ്പം വീടിൻ്റെ പിൻവശത്തേക്ക് നടക്കുന്ന നേരത്തും അവൻ കാറിനെ ഒരു ശത്രുവിനെ പോലെ നോക്കി മുരളുന്നുണ്ടായിരുന്നു. കാർ കാഴ്ചയിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞ ശേഷമാണ് അവൻ ഒന്ന് വാ അടച്ചത്. അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കമുണർന്ന ശേഷം നേരെ വീടിൻ്റെ മുൻവശത്തേക്ക് വന്നു. വീടിൻ്റെ പോർച്ചിൽ ഒരു കാർ കിടക്കുന്നത് പകൽ വെളിച്ചത്തിൽ കണ്ടാസ്വദിച്ചുകൊണ്ട് കുറച്ചു നേരം ഞാൻ അവിടെ നിന്നു. അപ്പോഴാണ് അയൽ വീട്ടിലെ പൂച്ച അവിടേക്ക് വരുന്നത്. പരിചയമില്ലാത്ത ഒരു സാധനം എന്ന പോലെ അത് കൗതുകപൂർവ്വം കാറിന് ചുറ്റും മണം പിടിച്ച് നടന്നു. അതിനുശേഷം മുൻചക്രത്തിനടുത്ത് വന്ന് നഖം വിടർത്തി അതിൽ പിടിച്ച് മാന്താൻ തുടങ്ങി. സാധാരണ എൻ്റെ ബൈക്കിൻ്റെ സീറ്റ് മാന്തിപ്പറിക്കലാണ് മൂപ്പരുടെ പണി. ഇതിപ്പോൾ പുതിയത് കണ്ട സ്ഥിതിക്ക് അതിന് നേർക്കാണ് ആളുടെ ശൗര്യം മുഴുവൻ. കുറച്ചു നേരം ടയറിൽ പിടിച്ച് മാന്തിയ ശേഷം അത് കാറിൻ്റെ ബോണറ്റിന് മുകളിലേക്ക് ചാടിക്കയറി. എന്നിട്ട് കാറിനുള്ളിലേക്ക് തിരിഞ്ഞതും എന്തോ അപകടകാരിയായ ജീവിയെ കണ്ടതുപോലെ അത് ദേഹത്തെ രോമം മുഴുവൻ വിടർത്തിക്കൊണ്ട് ഉച്ചത്തിൽ ചീറിക്കരഞ്ഞ് ചാടിയിറങ്ങി ദൂരേക്ക് ഓടി മറഞ്ഞു. അതുകൂടി കണ്ടപ്പോൾ എനിക്കെന്തോ സംശയം തോന്നാൻ തുടങ്ങി. കാറിനുള്ളിൽ ഞാൻ കാണാതെ എന്തെങ്കിലും കയറിയിരിപ്പുണ്ടോ? കൈസറും ഇന്നലെ രാത്രി കുരച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടാവുമോ? ഞാൻ ഉടനെ പോയി താക്കോലെടുത്തു കൊണ്ടുവന്ന് കാർ തുറന്ന് ഉൾവശം മുഴുവൻ ഒരു സൂക്ഷ്മ പരിശോധന നടത്തി. എന്നാൽ ഒന്നും തന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇനി അപകടകാരികളായ എന്തെങ്കിലും തന്നെ വേണമെന്നില്ല. ഈ ജീവികൾ നിരുപദ്രവകരമായ എന്തെങ്കിലും വസ്തുക്കൾ കണ്ടാലും ചിലപ്പോൾ ഭയന്നിരിക്കും. അതുപോലെ കാറിനുള്ളിലുള്ള എന്തെങ്കിലും കണ്ടായിരിക്കും അവ ഭയപ്പെട്ടത് എന്ന് കരുതി ഞാനത് വിട്ടുകളഞ്ഞു. അന്ന് രാവിലെ ഒരു 8 മണിയോടെ ഞാൻ ജോലിക്ക് പോകാനായി ഇറങ്ങി. കാറൊന്ന് വഴങ്ങി വരാൻ കുറച്ച് ദിവസം എടുക്കുമെന്നതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ ഓഫീസിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ ഞാൻ കാർ ശ്രദ്ധയോടെ റോഡിലേക്ക് ഇറക്കി വളരെ സാവധാനം ഓടിക്കാൻ ആരംഭിച്ചു. 1/2 കിലോമീറ്റർ മുന്നോട്ട് പോയ ശേഷം ഞാൻ കാർ മെയിൻ റോഡിലേക്ക് തിരിച്ചു.
റോഡിൽ തിരക്കായി വരുന്ന സമയമാണ്. ഒരു പരിധിയിൽ താഴേക്ക് വേഗത കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സുരക്ഷിതമായ വേഗതയിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ റോഡിന്റെ ഇടതുവശത്ത് ഒരു തെരുവ് നായ റോഡിലേക്ക് എടുത്തു ചാടാൻ തയ്യാറായി നിൽക്കുന്നത് ഞാൻ കണ്ടു. കാർ അടുത്തെത്തിയതും അത് റോഡിലേക്ക് അങ്ങ് എടുത്തു ചാടുകയും ചെയ്തു. അത് പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ഞാൻ കാർ അല്പം വലതുവശത്തേക്ക് വെട്ടിച്ചു മാറ്റി. പക്ഷേ പുറകിൽ വരികയായിരുന്ന മറ്റൊരു കാർ എൻ്റെ വണ്ടിയുടെ പിന്നിൽ വന്നിടിച്ചു. ഞാൻ ദേഷ്യത്തോടെ കാർ അവിടെ തന്നെ നിർത്തി വണ്ടിയിൽ നിന്നിറങ്ങി. എൻ്റെ അതേ രോഷത്തോടെ തന്നെ പുറകിലെ കാർ ഓടിച്ചിരുന്ന ആളും വണ്ടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. എവിടെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? ഞാൻ അയാളുടെ നേർക്ക് തട്ടിക്കയറി. പിന്നെ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് തിരിച്ചിട്ട് നിന്ന് ന്യായം പറയുന്നു. അയാൾ എന്നോട് തിരിച്ച് ദേഷ്യപ്പെട്ടു. തൻ്റെ കണ്ണിൻ്റെ കുഴപ്പമായിരിക്കും, ഞാനൊന്നും ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല, എനിക്കതിൻ്റെ ആവശ്യവുമില്ല, ഞാൻ തർക്കിച്ചു. ഞങ്ങളുടെ തർക്കം കണ്ട് അടുത്തുള്ള കടയിൽ നിന്നും ഏതാനും പേർ അടുത്തേക്ക് വന്നു. നിങ്ങൾ ഇൻഡിക്കേറ്റർ ഇട്ടിരുന്നു, ഞാനും കണ്ടതാണ്, അവരിൽ ഒരാൾ പറഞ്ഞു. ഇല്ലെന്നേ, എനിക്ക് നേരെ തന്നെയാണ് പോകേണ്ടത്, പിന്നെ ഞാനെന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല, നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടത് കണ്ടിട്ടാണ് ഞാൻ ഓവർടേക്ക് ചെയ്യാൻ പോയത്. അപ്പോഴാണ് നിങ്ങൾ വണ്ടി വലത്തോട്ട് വെട്ടിക്കുന്നത്, പിന്നിൽ വന്നിടിച്ച കാറുകാരൻ പറഞ്ഞു. അത് കേട്ട് എനിക്കാകെ സംശയമായി. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വാ, കാണിച്ചു തരാമെന്നും പറഞ്ഞ് അയാളെന്നെ അയാളുടെ കാറിനരികിലേക്ക് വിളിച്ചു. എന്നിട്ട് ഡാഷ് ക്യാമിലെ ദൃശ്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. അത് കണ്ട് ഞാൻ പകച്ചുപോയി. ശരിയാണ്, എൻ്റെ കാറിൻ്റെ ഇടതുവശത്തെ ഇൻഡിക്കേറ്റർ കത്തുന്നുണ്ട്. പക്ഷെ ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ ആ സ്ക്രീനിൽ നിന്ന് മുഖമുയർത്തി എൻ്റെ കാറിനെ നോക്കി. ഇപ്പോഴതിൻ്റെ ഇൻഡിക്കേറ്റർ കത്തുന്നില്ല. ഇനി വല്ല ടെക്നിക്കൽ ഇഷ്യൂസും മൂലം സംഭവിച്ചതായിരിക്കുമോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? ഞാൻ ചിന്തിച്ചു. എന്തായാലും ആർക്കും പരിക്കുകൾ ഒന്നും സംഭവിക്കാതിരുന്നതുകൊണ്ടും രണ്ടു വാഹനങ്ങൾക്കും കേടുപാടുകളൊന്നും ഇല്ലായിരുന്നതുകൊണ്ടും ഞാൻ അയാളോട് ക്ഷമാപണം നടത്തി തർക്കം പരിഹരിച്ചു. അതിനുശേഷം കാറിൽ കയറിയ എനിക്ക് ഇനി വണ്ടിയുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ സംശയമായി. ഞാൻ കാർ ഒരു വശത്തേക്ക് ഒതുക്കി നിർത്തി അല്പനേരം ആലോചിച്ചു. ഒരു കാര്യം ചെയ്യാം, വണ്ടി ഇന്ന് സർവീസിന് കൊടുക്കാം. ഈ ഇൻഡിക്കേറ്റർ തനിയെ ഓണായ കാര്യവും പറയാം. അതുകൂടാതെ വേറെ എന്തെങ്കിലും കൂടിയുണ്ടെങ്കിൽ എല്ലാം തീർത്ത ശേഷം അവിടെ നിന്നും എടുക്കാം. അതാണ് നല്ലത്. അങ്ങനെ കാർ ടൗണിലുള്ള സർവീസ് സെന്ററിൽ ഏൽപ്പിച്ച് ഞാൻ ഓഫീസിലേക്ക് നടന്നുപോയി. അതുകൊണ്ട് അന്ന് അല്പം വൈകിയാണ് ഞാൻ ഓഫീസിലെത്തിയത്. പിന്നെ ജോലി തിരക്കുകളിൽ മുഴുകിയതുകൊണ്ട് കാറിനെക്കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല. വൈകുന്നേരം ജോലി കഴിഞ്ഞ് ഇറങ്ങിയ ശേഷം ഞാൻ നേരെ സർവീസ് സെന്ററിലേക്ക് പോയി. കാറിന്റെ പണികൾ അപ്പോഴും കഴിഞ്ഞിരുന്നില്ല. 1 മണിക്കൂർ കൂടി എടുക്കുമെന്ന് അവർ അറിയിച്ചതുകൊണ്ട് ഞാൻ പുറത്തുപോയി ഒരു ചായയും കുടിച്ച് ചെറിയ ഷോപ്പിംഗും നടത്തി തിരികെ ചെന്നു. അപ്പോഴേക്കും എല്ലാ പണികളും തീർത്ത് കാർ റെഡിയായിരുന്നു. ചില കേബിളുകൾ കേടുപാടുകൾ സംഭവിച്ചവ ആയിരുന്നെന്നും അവ മാറ്റി പുതിയത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് എന്നും അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞു. ഒപ്പം എനിക്ക് പഴയ കേബിളുകൾ കാണിച്ചു തരികയും ചെയ്തു. അവ ചിലയിടങ്ങളിൽ പൊട്ടി തുരുമ്പിച്ച അവസ്ഥയിലായിരുന്നു. ഒരുപക്ഷെ രാവിലത്തെ അപകടം അതുമൂലം സംഭവിച്ചതായിരിക്കുമെന്നും ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നും കരുതി ഞാൻ ആശ്വസിച്ചു. അന്ന് വീട്ടിലേക്ക് പോകുന്നേരം ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് കാർ ഓടിച്ചത്. റോഡിൽ ട്രാഫിക് കുറവായിരുന്നു. എങ്കിലും ഞാൻ വേഗത കൂട്ടാൻ നിന്നില്ല. പരമാവധി ഇടതുവശത്തേക്ക് ഒതുക്കി പുറകിൽ വരുന്ന വാഹനങ്ങളെയെല്ലാം കടത്തിവിട്ടുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി. രാവിലെ അപകടം സംഭവിച്ച കാര്യം ഞാൻ വീട്ടിൽ പറയാൻ നിന്നില്ല. പറഞ്ഞാൽ അവർ പേടിക്കും. പിന്നെ ഇനി കാർ എടുക്കേണ്ട എന്നുവരെ പറഞ്ഞെന്നിരിക്കും. ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. അടുത്ത ദിവസം രാവിലെ ഞാൻ ജോലിക്ക് പോകാനായി വീട്ടിൽ നിന്നും അല്പം നേരത്തെ ഇറങ്ങി. അന്നും ഞാൻ കാറിൽ തന്നെയാണ് ഓഫീസിലേക്ക് പോയത്. പതുക്കെ ഓടിച്ചു പോകാമെന്ന് മുന്നേ തീരുമാനിച്ചിരുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ ഇറങ്ങിയത്. പതുക്കെയാണ് ഡ്രൈവ് ചെയ്തതെങ്കിലും ഞാൻ ഓഫീസിൽ നേരത്തെ എത്തി. ഞാൻ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് കയറ്റി. അവിടെ ഒന്ന് ഒതുക്കി നിർത്താൻ സ്ഥലം വേണമെങ്കിൽ കുറച്ച് റിവേഴ്സ് എടുത്തു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കാർ റിവേഴ്സ് ഗിയറിലിട്ടു. ഉടനെ മുന്നിലെ ഡിസ്പ്ലേയിൽ പിൻഭാഗത്തെ ദൃശ്യങ്ങൾ തെളിഞ്ഞു. അത് നോക്കി ഞാൻ വണ്ടി പുറകോട്ടെടുത്തു. പിന്നിൽ ധാരാളം സ്ഥലം ഒഴിഞ്ഞു കിടപ്പുണ്ട്. എങ്കിലും റിവേഴ്സ് എടുത്തൊന്നും എനിക്ക് അത്ര പരിചയമായിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ സാവധാനം തന്നെയാണ് അത് ചെയ്തത്. കാർ അല്പം പുറകോട്ട് നീങ്ങിയതും അറിയാതെ ഞാൻ ആക്സിലേറ്ററിൽ അമർത്തി ചവിട്ടിപ്പോയി. അതോടെ കാർ അല്പം വേഗത്തിൽ പുറകോട്ട് നീങ്ങി എന്തിലോ ചെന്നിടിച്ചു നിന്നു. പരിഭ്രമിച്ചു പോയ ഞാൻ കാറിൽ നിന്നും ഇറങ്ങി പുറകിലേക്ക് ചെന്ന് നോക്കി. അവിടെ പാർക്ക് ചെയ്തിരുന്ന ഒരു ബൈക്കിലാണ് കാർ വന്നിടിച്ചത്. ബൈക്ക് സ്റ്റാൻഡിൽ നിന്നും തെന്നിമറിഞ്ഞ് വീഴുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു? ആ ഡിസ്പ്ലേയിൽ കണ്ട ദൃശ്യങ്ങളിൽ ഇവിടെ ഇങ്ങനെയൊരു ബൈക്ക് ഇല്ലായിരുന്നല്ലോ. ഞാൻ ആരെങ്കിലും വരും മുമ്പേ ബൈക്ക് നിവർത്തി വെക്കുന്നതിനിടയിൽ ചിന്തിച്ചു. ഡാഷ് ക്യാം പോലെ പിന്നിലെ ക്യാമറയ്ക്ക് റെക്കോർഡിംഗ് ഇല്ല. അല്ലായിരുന്നെങ്കിൽ അതെടുത്ത് നോക്കാമായിരുന്നു. ഞാൻ കാറിനകത്ത് കയറിയ ശേഷം ഒരിക്കൽ കൂടി റിവേഴ്സ് ഗിയർ ഇട്ട് നോക്കി. ഉടനെ വീണ്ടും ഡിസ്പ്ലേയിൽ പിൻഭാഗത്തെ ദൃശ്യങ്ങൾ തെളിഞ്ഞു. അതിൽ ആ ബൈക്ക് നല്ല വ്യക്തമായി കാണാം. എന്ന് മാത്രമല്ല, തൊട്ടുപുറകിൽ തടസ്സമുണ്ട് എന്നതിൻ്റെ സൂചനയായി ബീപ്പ് ശബ്ദങ്ങൾ മുഴങ്ങുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതല്ല.
റിവേഴ്സ് ക്യാമിലെ ദൃശ്യങ്ങളിൽ ബൈക്ക് കാണാതിരുന്നത് എൻ്റെ ശ്രദ്ധക്കുറവ് മൂലമാണെന്ന് കരുതാം. പക്ഷേ അപ്പോഴും സെൻസറുകൾ ശബ്ദമുണ്ടാക്കി സൂചന നൽകേണ്ടതായിരുന്നല്ലോ. അവയ്ക്കും തെറ്റുപറ്റിയെന്ന് കരുതുന്നതിൽ ന്യായമില്ല. ശരിക്കും എന്തോ പ്രശ്നമുണ്ട്. ഞാൻ കാറിൽ ഇരുന്നു കൊണ്ട് ചിന്തിച്ചു. ഈ കാർ എടുത്തപ്പോൾ മുതൽ ഓരോ കുഴപ്പങ്ങളാണ്. അതോ ഇനി പുതുതായി കാർ എടുക്കുന്ന എല്ലാവരും ഇതൊക്കെ അനുഭവിക്കുന്നുണ്ടോ? ഓഫീസ് തുറക്കാൻ ഇനിയും സമയമുണ്ട് എന്നതുകൊണ്ട് ഞാൻ കാറിനകത്ത് തന്നെ ഇരുന്ന് സീറ്റ് അല്പം പുറകോട്ട് ചെരിച്ച് കണ്ണുമടച്ച് അതിൽ ചാരിക്കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടാൻ തുടങ്ങി. കണ്ണു തുറക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. അതുമാത്രമല്ല, എനിക്ക് ശ്വാസം മുട്ടാനും തുടങ്ങി. ഞാൻ എഴുന്നേൽക്കാനും കൈ ഉയർത്താനും ശ്രമിച്ചു. പക്ഷേ ദേഹം തളർച്ച ബാധിച്ചതുപോലെ ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അതോടെ ഞാനാകെ പരിഭ്രാന്തനായി. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിഞ്ഞതും ഞാൻ ശ്വാസം കിട്ടാതെ സീറ്റിൽ കിടന്ന് പിടയാൻ തുടങ്ങി. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. എവിടെയോ ചില്ല് തകർക്കപ്പെടുന്ന ശബ്ദം കേട്ടു. ഒപ്പം ആരുടെയൊക്കെയോ പരസ്പരമുള്ള സംസാരങ്ങളും. കുറച്ചു നേരത്തിന് ശേഷം ബോധം വീണപ്പോഴാണ് എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായത്. കാറിനകത്ത് കിടന്ന് പിടയുകയായിരുന്ന എന്നെ കണ്ട് ബിൽഡിങ്ങിലെ സെക്യൂരിറ്റി ജീവനക്കാരനും അടുത്തുള്ള കടക്കാരനും ഓടി വരികയും വിൻഡോ ഗ്ലാസ് തകർത്ത് എന്നെ പുറത്തെടുക്കുകയുമായിരുന്നു. എത്ര നേരമെടുത്തു എൻ്റെ പരിഭ്രാന്തി മാറാനെന്നറിയില്ല. ഞാൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വരികയാണ്. അവർ കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എൻ്റെ സ്ഥിതി? വണ്ടി നിർത്തിയിടുമ്പോൾ വിൻഡോ ഗ്ലാസും കയറ്റിയിട്ട് AC-യും ഓൺ ചെയ്തിരുന്നാൽ അപകടമാണ് എന്ന് സാറിനറിയില്ലായിരുന്നോ? അവർ ഇരുത്തിയ കസാരയിൽ ഇരിക്കുകയായിരുന്ന എന്നോട് സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദിച്ചു. എത്ര മരണങ്ങളാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളതെന്നറിയാമോ? അടുത്തു നിന്നിരുന്ന കടക്കാരൻ അതിനെ പിന്തുണച്ചുകൊണ്ട് പറഞ്ഞു. സത്യത്തിൽ അക്കാര്യം എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ്. കാർ നിർത്തി വിൻഡോ ഗ്ലാസും കയറ്റിയിട്ട് AC ഓൺ ചെയ്തിരുന്നാൽ കാറിനകത്ത് കാർബൺ മോണോക്സൈഡ് നിറയാൻ സാധ്യതയുണ്ട്. അത് മരണകാരണമാവാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നമതല്ല. ഞാൻ വിൻഡോ ഗ്ലാസ് താഴ്ത്തിയിട്ട ശേഷം എൻജിൻ ഓഫ് ചെയ്താണ് സീറ്റിൽ ചാരിക്കിടന്നത്. പിന്നെ എങ്ങനെയാണ് വിൻഡോ ഗ്ലാസ് അടഞ്ഞതും AC ഓണായതും? മനസ്സൊന്ന് തണുത്തപ്പോൾ ഞാൻ അവരോട് രണ്ടുപേരോടും നന്ദി പറഞ്ഞു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം അവർ അവരുടേതായ ജോലികളിലേക്ക് മടങ്ങി. ഞാൻ വീണ്ടും എൻ്റെ കാറിനടുത്തേക്ക് ചെന്നു. ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് കാറാണ്. അതിൻ്റെ സുപ്രധാനമായ ഭാഗങ്ങളിൽ വരുന്ന ചെറിയൊരു പ്രശ്നം മതി വലിയ അപകടമുണ്ടാവാൻ. ഇന്നലെ തനിയെ ഇൻഡിക്കേറ്റർ ഓണായതും ഇന്നിപ്പോൾ വിൻഡോ ഗ്ലാസ് തനിയെ അടഞ്ഞതും എൻജിൻ ഓഫായിരുന്നിട്ട് പോലും AC ഓണായതുമെല്ലാം അങ്ങനെ എന്തെങ്കിലും മാൽഫങ്ഷൻ മൂലം സംഭവിച്ചതായിരിക്കുമോ? പക്ഷേ കാർ ഇന്നലെ സർവീസ് കഴിഞ്ഞ് ഇറക്കിയതല്ലേ ഉള്ളൂ. എന്തെങ്കിലും പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ അവർ അത് കണ്ടെത്തുകയും പരിഹരിക്കുകയും ചെയ്യേണ്ടതായിരുന്നില്ലേ? എൻ്റെ മനസ്സിലേക്ക് ചോദ്യങ്ങളുടെ ഒരു കുത്തൊഴുക്കുണ്ടായി. അന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പോയ സർവീസ് സെൻറ്ററിലേക്ക് ചെന്ന് അവിടെ നിന്നും ഒരു സ്റ്റാഫിനെയും കൂട്ടി വന്ന് കാർ എടുപ്പിച്ചു. ആ വന്ന സ്റ്റാഫിനോട് ഞാൻ വണ്ടിയുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു. അതുമാത്രമല്ല, 1-2 ദിവസം എടുത്തായാലും എല്ലാം നല്ലപോലെ പരിശോധിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുറപ്പാക്കിയ ശേഷം മാത്രം വണ്ടി തിരികെ നൽകിയാൽ മതിയെന്നും ഞാൻ കൂട്ടിച്ചേർത്തു. അന്ന് വൈകുന്നേരം ഞാൻ ബസ്സിലാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയത്. പറഞ്ഞിരുന്നതുപോലെ 2 ദിവസമെടുത്തു കാർ സർവീസ് കഴിഞ്ഞ് തിരികെ കിട്ടാൻ. അവർ നല്ലപോലെ എല്ലാം പരിശോധിച്ചു നോക്കിയെന്നും പലതവണ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു നോക്കിയിട്ടും പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നുവെന്നും സർവീസ് സെൻ്ററിലെ സ്റ്റാഫ് പറഞ്ഞു. ഉണ്ടായിരുന്ന ചെറിയ ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ തവണ അവർ പരിഹരിക്കുകയും ചെയ്തതാണ് എന്നും അവർ അറിയിച്ചു. പിന്നെ എന്തായിരിക്കും എന്നങ്ങനെ സംഭവിക്കാൻ കാരണം? ഞാൻ ചിന്തിച്ചു. ഇനി തകരാറുകളൊന്നുമില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ എന്ന് എനിക്കുണ്ടായ അപകടം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവരോട് ചോദിച്ചു. കാർ കുറച്ചു നാളുകളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുകയായിരുന്നതിൻ്റെ പേരിൽ പുറകിലെ ചില സെൻസറുകൾ ചില സമയങ്ങളിൽ കൃത്യമായി പ്രവർത്തിക്കാതെ വന്നിരുന്നു. അതല്ലാതെ AC-ക്കോ വിൻഡോ ഗ്ലാസ് ഫംഗ്ഷനുകൾക്കോ ഒന്നും ഒരു കുഴപ്പവുമില്ലായിരുന്നു എന്ന് സ്റ്റാഫ് പറഞ്ഞു. ഇനി സാർ വിൻഡോ ഗ്ലാസ് ഉയർത്തി AC ഇട്ട കാര്യം മറന്നുപോയതെങ്ങാനുമാണോ? അവിടെ ഉണ്ടായിരുന്ന മെക്കാനിക്ക് ചോദിച്ചു. സത്യത്തിൽ എനിക്ക് ഇപ്പോഴത് കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. വെറും 2 ദിവസമേ ആ സംഭവം നടന്നിട്ടായിട്ടുള്ളൂ എങ്കിലും അതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തമായ ഓർമ്മകൾ മാത്രമേ മനസ്സിലുള്ളൂ. അപകടം നേരിടേണ്ടി വന്നതുമൂലം ഉണ്ടാവാൻ സാധ്യതയുള്ള മാനസിക സമ്മർദ്ദത്തെ അതിജീവിക്കാൻ തലച്ചോറ് സ്വയം ഒപ്പിക്കുന്ന പണിയാണത്. അപകടവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ താൽക്കാലികമായെങ്കിലും അത് ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളയും. ഇനി അങ്ങനെയെങ്ങാനുമാണോ ഞാൻ ചെയ്തതെന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും ഓർമ്മയിൽ തെളിഞ്ഞു വന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ. കാരണം അങ്ങനെ ചെയ്യുന്നത് വൻ അപകടങ്ങൾക്ക് കാരണമാവുമെന്ന് എനിക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമാണ്. അതിനപ്പുറം ഞാനങ്ങനെ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത വിധം ഓർമ്മകൾ മങ്ങിയിരിക്കുകയാണ്. അവിടേക്ക് എത്തുന്നതുവരെ വിൻഡോ ഗ്ലാസ് ഉയർത്തിവെച്ച് AC-യും ഇട്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തിരുന്നത്. ഒരുപക്ഷെ കാർ ആ ബൈക്കിൽ ചെന്നിടിച്ചതിൻ്റെ ഒരു മാനസിക സമ്മർദ്ദത്തെ തുടർന്ന് ഞാൻ ഒന്നും ഓർക്കാതെ ചിലപ്പോൾ ആ ബൈക്ക് നിവർത്തിവെച്ച ശേഷം നേരെ കയറി അതേപോലെ അങ്ങ് ഇരുന്ന് കാണും.
അതിനിടയിൽ വിൻഡോ ഗ്ലാസ് താഴ്ത്തിയതിൻ്റെ ഒരു നേർത്ത ഓർമ്മ പോലും എനിക്കില്ല. അപ്പോൾ ചിലപ്പോൾ അത് തന്നെയാവും കാര്യം. അതെന്തായാലും ഞാൻ അവരോട് പറയാൻ നിന്നില്ല. അന്ന് വൈകുന്നേരം കാറിൽ വീട്ടിലേക്ക് പോകുന്ന സമയം മുഴുവൻ ഞാൻ അക്കാര്യം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞാൻ എത്ര കണ്ടതെല്ലാം ഓർത്തെടുക്കാൻ ശ്രമിച്ചോ അപ്പോഴെല്ലാം മനസ്സ് ബാലിശമായി മറ്റ് ചിന്തകളിലേക്ക് വഴുതി മാറിക്കൊണ്ടിരുന്നു. അന്ന് വീട്ടിലെത്തുമ്പോൾ വീടിൻ്റെ മുന്നിൽ കെട്ടിയിരുന്ന കൈസർ കാർ കണ്ട് മുമ്പത്തേതുപോലെ തന്നെ നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി. ഞാൻ കാറിൽ നിന്നും ഇറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചങ്ങല അഴിച്ചു വിട്ടു. അവൻ കാർ കണ്ടു പരിചയിക്കട്ടെ, അല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അവൻ കാറിനടുത്തേക്ക് പോകാതെ അല്പം ദൂരേക്ക് മാറി നിന്ന് കുരയ്ക്കുകയാണ് ചെയ്തത്. പാവം, പണ്ടത്തെ ആ ഇടിയുടെ ഓർമ്മ അവൻ്റെ ഉള്ളിൽ അതേപോലെ തന്നെ ഉണ്ടാവും. ഞാൻ അവനെ നിർബന്ധിച്ച് കാറിനടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഓർമ്മകളെപ്പോലെ അവനും അതിനു വഴങ്ങാതെ ദൂരേക്ക് മാറി നിൽക്കുകയാണ് ചെയ്തത്. അല്പം പോലും മുന്നോട്ട് വരാൻ കൂട്ടാക്കാതെ അവൻ ബലം പ്രയോഗിച്ച് നിന്ന് കുരച്ചുകൊണ്ടിരുന്നു. കുര ഇനിയും തുടർന്നാൽ അവൻ്റെ തൊണ്ട പൊട്ടുമെന്ന് വരെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവനെ വീടിൻ്റെ പുറകിലേക്ക് മാറ്റിക്കെട്ടാനായി കൊണ്ടുപോയി. കാർ കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ അവൻ അതിനെ നോക്കി കുരച്ചുകൊണ്ടിരുന്നു. എനിക്ക് നേരിടേണ്ടി വന്ന അപകടങ്ങളെക്കുറിച്ചൊന്നും ഞാൻ വീട്ടുകാരോട് പറയാൻ നിന്നില്ല. എങ്കിലും ഇടയ്ക്കിടെ കാർ നന്നാക്കാൻ കൊടുക്കേണ്ടി വരുന്നത് അവരിൽ അല്പം അനിഷ്ടമുണ്ടാക്കി. കാർ ഒന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കാൻ ഭക്ഷണം കഴിക്കുന്ന നേരത്ത് അമ്മ പറഞ്ഞു. അത്ര വലിയ വിശ്വാസിയൊന്നുമല്ലാത്ത എനിക്ക് അതിന് വലിയ താല്പര്യം തോന്നിയില്ല. എങ്കിലും നാളെ ഒന്ന് അടുത്തുള്ള അമ്പലത്തിൽ കൊണ്ടുപോയി വാഹന പൂജ ചെയ്യിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഇനി അമ്മയുടെ വാക്ക് കേട്ടില്ല എന്ന് വേണ്ട. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ഞാൻ കാറിൽ അടുത്തുള്ള അമ്പലത്തിലേക്ക് ഇറങ്ങി. പക്ഷേ അമ്പലമെത്തുന്നതിനും 1/2 കിലോമീറ്റർ അകലെ വെച്ച് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. പിന്നെ എത്ര ശ്രമിച്ചിട്ടും അത് സ്റ്റാർട്ടായില്ല. അതും കൂടിയായപ്പോൾ എനിക്കും ദേഷ്യം വരാൻ തുടങ്ങി. ആ രാജേന്ദ്രൻ ചേട്ടൻ ഇതെൻ്റെ തലയിൽ കെട്ടിവെച്ചതാണോ എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങി. പിന്നെ സർവീസ് സെൻ്ററിൽ നിന്നും വേറെ വണ്ടി കൊണ്ടുവന്ന് കെട്ടിവലിച്ചാണ് കാർ അവിടെ നിന്നും കൊണ്ടുപോയത്. എന്നാൽ കുറച്ചു ദൂരം പോയി കഴിഞ്ഞ ശേഷം അവർ വെറുതെ ഒന്ന് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചതും ഒരു കുഴപ്പവുമില്ലാതെ അത് സ്റ്റാർട്ടായി. ഇനിയും ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവർ കാർ എന്നെ ഏൽപ്പിച്ച് മടങ്ങി. ഞാൻ ഓടിക്കുന്ന നേരത്തും പിന്നെ കാറിന് കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അന്ന് ഉച്ചയോടടുത്ത് അച്ചമ്മയ്ക്ക് അസുഖം കൂടുതലാണെന്നും അതുകൊണ്ട് താനും അമ്മയും കൂടി എറണാകുളത്തുള്ള തറവാട്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് എനിക്ക് വീട്ടിൽ നിന്നും അച്ഛൻ്റെ ഫോൺ വന്നു. എനിക്കും അവരോടൊപ്പം പോകണമെന്നുണ്ടായിരുന്നെങ്കിലും ഹാഫ് ഡേ ആണെങ്കിൽ കൂടിയും ലീവ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞാനത് വേണ്ടെന്ന് വെച്ചു. അന്ന് ജോലി ചെയ്യുന്ന സമയം മുഴുവൻ എൻ്റെ മനസ്സിൽ ഓരോ ചോദ്യങ്ങളായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കാറിൽ കുടുങ്ങിപ്പോയതിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് ഞാൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഒന്നിനും ഒരു വ്യക്തത വന്നില്ല. മാസാവസാനമായിരുന്നതുകൊണ്ട് അന്ന് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ പതിവിലും ഏറെ വൈകി. എങ്കിൽ കൂടിയും ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും വഴി വളരെ ശ്രദ്ധയോടെയും സാവധാനത്തിലുമാണ് ഞാൻ കാർ ഓടിച്ചത്. വീടിൻ്റെ മുന്നിലെത്തി ഞാൻ കാറിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറന്ന ശേഷം തിരികെ കാറിനകത്തേക്ക് കയറി കാർ പോർച്ചിൽ കയറ്റി പാർക്ക് ചെയ്തു. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തപ്പോഴാണ് ആ പരിസരം എന്തുമാത്രം ഇരുട്ടിൽ മുങ്ങി നിൽക്കുകയാണ് എന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. ഫോണിലെ ഫ്ലാഷും ഓൺ ചെയ്ത് പിടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കാർ ലോക്ക് ചെയ്തു. അതിനുശേഷം ഗേറ്റ് അടച്ച് വീടിനടുത്തേക്ക് നടക്കുന്ന നേരത്താണ് കാറിനകത്ത് ഡ്രൈവർ സീറ്റിൽ ആരോ ഇരിക്കുന്നത് പോലെ എനിക്ക് തോന്നിയത്. ഞെട്ടിപ്പോയ ഞാൻ ഫ്ലാഷ് കാറിന് നേർക്ക് നീട്ടി. ആരുമില്ല. കാറിൻ്റെ പ്രതിബിംബം വിൻഡോ ഗ്ലാസിൽ പതിഞ്ഞതുമൂലം ഉണ്ടായ തോന്നലായിരിക്കുമെന്ന് കരുതി അത് കാര്യമാക്കാതെ ഞാൻ പുറത്തെ ലൈറ്റ് ഓൺ ചെയ്ത് വീടിനകത്തേക്ക് പോയി. വീട്ടിൽ തനിച്ചായിരുന്നതുകൊണ്ട് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് കൈസറിനെ പറമ്പിൽ തുറന്നുവിട്ടു. ചങ്ങലയിൽ നിന്നും മോചിതനായ അവൻ നേരെ പോയത് വീടിൻ്റെ മുൻവശത്തേക്കാണ്. എന്നിട്ട് കാറിനെ നോക്കി ഉച്ചത്തിൽ കുരയ്ക്കാൻ തുടങ്ങി. ഒരു തരത്തിലും അവൻ കാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അല്പം അകലേക്ക് മാറി നിന്ന് ഡ്രൈവർ സീറ്റിന് നേർക്ക് നോക്കിയാണ് അവൻ കുരച്ചുകൊണ്ടിരുന്നത്. ഇനി അവൻ അവിടെ നിന്നും മാറുകയോ കുര നിർത്തുകയോ ചെയ്യില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ അവനെ തിരികെ വീടിൻ്റെ പുറകിൽ തന്നെ കെട്ടിയിടാമെന്ന് കരുതി അവൻ്റെ കഴുത്തിലുള്ള ബെൽറ്റിൽ പിടിക്കാൻ നോക്കിയതും വല്ലാത്തൊരു അക്രമാസക്തിയോടെ അവൻ കാറിന് നേർക്ക് കുതിച്ചു ചാടി. കൈസറിനെ പിടിക്കാനായി കാറിനടുത്തേക്ക് ചെന്നപ്പോഴാണ് വീണ്ടും എനിക്ക് ആ തോന്നലുണ്ടായത്. കാറിൻ്റെ ഡ്രൈവർ സീറ്റിൽ ആരോ ഇരിക്കുന്നുണ്ട്. അത് തോന്നൽ തന്നെയാണ് എന്നാണ് ഉമ്മറത്തെ ലൈറ്റ് ഓൺ ചെയ്യുന്നതുവരെ ഞാൻ കരുതിയത്. ലൈറ്റ് ഓൺ ചെയ്ത് വെളിച്ചം നിറഞ്ഞ ആ ഒരൊറ്റ നിമിഷം അത് നല്ല വ്യക്തമായി ഞാൻ കണ്ടു. കാറിനുള്ളിലിരിക്കുന്ന ആളുടെ മുഖം. നടുങ്ങിപ്പോയ ഞാൻ ഒന്ന് കണ്ണു ചിമ്മിയപ്പോഴേക്കും ആ ആൾ അവിടെ നിന്നും അപ്രത്യക്ഷമായിരുന്നു. ഇത്തവണ ഫ്ലാഷിൻ്റെ പ്രതിബിംബം മൂലം ഉണ്ടായ ഒരു തോന്നലല്ല അതെന്ന് എനിക്ക് മനസ്സിലായി. ശരിക്കും കാറിനുള്ളിൽ ഒരാളുണ്ടായിരുന്നു. ആ തിരിച്ചറിവ് എന്നെ വല്ലാതെ ഭയപ്പെടുത്താൻ തുടങ്ങി. കാറിനടുത്തേക്ക് ഒന്ന് ചെന്ന് നോക്കാൻ പോലും എനിക്ക് പേടി തോന്നി. അപ്പോഴും നിർത്താതെ കുരയ്ക്കുകയായിരുന്ന കൈസറിൻ്റെ അടുത്തേക്ക് ചെന്ന് ഞാൻ അവൻ്റെ കഴുത്തിലെ ബെൽറ്റിൽ പിടിച്ചു. ആ സമയം അവിടെ കാറിനുള്ളിൽ ഉണ്ടാവാൻ പാടില്ലാത്ത എന്തോ ഒന്നുണ്ടെന്ന ഭാവത്തിൽ അവൻ എന്നെ ഒന്ന് നോക്കിയ ശേഷം വീണ്ടും കാറിന് നേർക്ക് തിരിഞ്ഞ് കുര തുടർന്നു.
ഇപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത എന്തോ ഒന്നിനെ അവന് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ കണ്ട ആളെ തന്നെയായിരിക്കാനും മതി. ആ ഒരു ചിന്ത എൻ്റെ നട്ടെല്ലിൽ തരിപ്പ് സൃഷ്ടിച്ചു. എൻ്റെ ദേഹം മൊത്തം കുളിരുകോരി. നേർത്ത വൈദ്യുതാഘാതമേറ്റതുപോലെ ഞാനൊന്ന് വിറച്ചു. പിന്നെ അവിടെ നിൽക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല. ഞാൻ കൈസറിനെ പിടിച്ച് അവനെയും കൂട്ടി വീടിനകത്തേക്ക് നടന്നു. അപ്പോഴും അവൻ പുറകോട്ട് തിരിഞ്ഞു നോക്കി കുരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പുറകോട്ട് നോക്കാൻ നിൽക്കാതെ ഞാൻ വീടിനകത്തേക്ക് കയറി വാതിലടച്ച് കുറ്റിയിട്ടു. ഉടനെ കൈസർ ജനാലയ്ക്കരികിലേക്ക് ചെന്ന് പുറത്തേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങി. എന്തോ ഇപ്പോഴവൻ കുരയ്ക്കുന്നില്ല. പക്ഷേ അവിടെ എന്തോ ഉണ്ടെന്ന ഭാവത്തിൽ അവൻ എന്നെയും കാറിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ജനൽ കർട്ടൻ വലിച്ചിട്ട ശേഷമാണ് അവൻ അവിടെ നിന്നും മാറിയത്. അന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കുറച്ചു മുമ്പ് ഞാൻ കണ്ട കാഴ്ച എൻ്റെ തോന്നലല്ല. ആ മുഖം ഞാൻ നല്ല വ്യക്തമായി കണ്ടതാണ്. അതൊരു മനുഷ്യനല്ല. പിന്നെ എന്താണത്? വല്ല ദുരാത്മാവോ മറ്റോ ആയിരിക്കുമോ? ആണെങ്കിൽ കാർ എടുത്തതു മുതൽ ഇതുവരെ ഉണ്ടായ എല്ലാ അപകടങ്ങൾക്കും അത് ഉത്തരം നൽകുന്നുണ്ട്. പക്ഷേ ഈ ദുരാത്മാവ് എന്നൊക്കെ പറയുന്നത് ശരിക്കുമുള്ളതാണോ? അല്ല എങ്കിൽ ഞാൻ കണ്ട മുഖം അത് പിന്നെ എന്താണ്? ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് അമാനുഷികതയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങി. ആ നേരത്താണ് മറ്റൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നത്. അന്ന് കാർ റിവേഴ്സ് ഗിയറിലിട്ട് പുറകിലെ ബൈക്കിൽ കൊണ്ടിടിച്ച നേരത്ത് ഞാൻ വിൻഡോ ഗ്ലാസ് താഴ്ത്തി പുറകോട്ട് നോക്കുകയാണ് ആദ്യം ചെയ്തത്. ഉടനെ കാർ പാർക്കിംഗ് ഗിയറിലിട്ട് എൻജിൻ ഓഫ് ചെയ്ത് ഞാൻ പുറത്തേക്കിറങ്ങി ബൈക്കെടുത്ത് നിവർത്തി സ്റ്റാൻഡിൽ വെച്ചു. അതിനുശേഷം തിരികെ കാറിൽ കയറിയിരുന്ന് ഒരിക്കൽ കൂടി എൻജിൻ ഓൺ ചെയ്ത് കാർ റിവേഴ്സ് ഗിയറിലിട്ട് റിയർ വ്യൂ ക്യാമറ പരിശോധിച്ചു. അതിൽ ബൈക്ക് കാണുകയും അതോടൊപ്പം തൊട്ടുപിന്നിൽ തടസ്സമുണ്ടോ എന്ന് സെൻസറുകൾ ബീപ്പ് ശബ്ദം മുഴക്കി സൂചന നൽകുകയും ചെയ്തു. അടുത്തതായി ഞാൻ ചെയ്ത കാര്യം നല്ല വ്യക്തമായി മനസ്സിൽ തെളിഞ്ഞു വന്നു. ഞാൻ കാർ വീണ്ടും പാർക്കിംഗ് ഗിയറിലേക്ക് മാറ്റിയ ശേഷം എൻജിൻ ഓഫ് ചെയ്ത് സീറ്റിലേക്ക് ചാരി. ആ സമയത്ത് അനുഭവിക്കേണ്ടി വന്ന മാനസിക സമ്മർദ്ദം മൂലം ഞാൻ ചെറുതായി വിയർക്കുന്നുണ്ടായിരുന്നു. ഒപ്പം അടുത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നും ഭക്ഷണത്തിൻ്റെ ഗന്ധം താഴ്ത്തിയിട്ടിരുന്ന വിൻഡോ ഗ്ലാസ്സിലൂടെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. സീറ്റിൽ ചാരിക്കിടന്ന് ഞാൻ എപ്പോഴോ മയങ്ങിപ്പോയി. അതിനിടയിൽ ഞാൻ വിൻഡോ ഗ്ലാസ് ഉയർത്തുകയോ AC ഓണാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ രണ്ട് കാര്യങ്ങളും സംഭവിച്ചത്? അതേക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ ഫാനിൻ്റെ കാറ്റിലും കട്ടിലിൽ കിടന്നു വിയർത്തു. കുറച്ചു മുമ്പ് കാറിനുള്ളിൽ കണ്ട കാര്യം അത് തോന്നലല്ല. എൻ്റെ അറിവിനും ചിന്തകൾക്കും അപ്പുറമുള്ള എന്തോ ഒരു അമാനുഷിക ശക്തി തന്നെയാണത്. കാർ നല്ലപോലെ വഴക്കം വന്ന ശേഷം മാത്രം മതി അച്ഛനെയും അമ്മയെയും കൂട്ടി എവിടേക്കെങ്കിലും പോകുന്നതെന്ന് തീരുമാനിച്ചത് എത്ര നന്നായി. നാളെ തന്നെ കാർ എനിക്ക് വിറ്റ രാജേന്ദ്രൻ ചേട്ടനെ പോയി കാണണം. എന്നോട് ഈ ചതി ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കണം. എല്ലാം കൊണ്ടും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് പോയ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് മുറിയിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം വെളുപ്പിച്ചു. രാവിലെ ഞാൻ വീടിൻ്റെ പിൻവാതിൽ തുറന്ന് കൈസറിനെ അവിടെയുള്ള മരത്തിൽ കെട്ടിയിട്ടു. നേരെ കാറിൽ തന്നെ രാജേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. അതിനുശേഷം കാർ അയാളെ ഏൽപ്പിച്ച ശേഷം എൻ്റെ പൈസ തിരികെ തരാൻ പറയാം. ഒപ്പം എന്നോട് ഇത് ചെയ്തതിന് 2 വർത്തമാനം പറയുകയും വേണം. അതെല്ലാം തീരുമാനിച്ചാണ് ഞാൻ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. പക്ഷേ കാർ കണ്ടപ്പോൾ എനിക്ക് രാത്രിയുണ്ടായ ഭയം വീണ്ടും അതേപോലെ തന്നെ അനുഭവപ്പെടാൻ തുടങ്ങി. അതിനടുത്തേക്കൊന്ന് ചെല്ലാൻ പോലും തോന്നുന്നില്ല. അവിടേക്ക് പോകും വഴി അപകടമൊന്നും ഉണ്ടാവില്ലെന്ന് എന്തുറപ്പാണുള്ളത്? ബൈക്കിൽ പോകാം, എന്നിട്ട് അയാളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതിനുശേഷം അയാളോട് കാറും എടുത്തു പോയിക്കൊള്ളാൻ പറയാം. അയാളും അയാളുടെ ഒരു കാറും. എനിക്കാകെ ദേഷ്യം വന്നു. ബൈക്കിൽ പോകാനായി ഞാൻ താക്കോലെടുത്തു കൊണ്ടുവന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ബൈക്ക് ഉപയോഗിച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായി എന്നതിനാൽ അത് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വന്നു. ഗേറ്റ് കടന്ന് കുറച്ച് മുന്നോട്ട് പോയതും ബൈക്ക് മിസ്സിങ് കാണിക്കാൻ തുടങ്ങി. ഇനി അത് മാറാൻ എൻജിൻ നല്ലപോലെ ചൂടാവേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ബൈക്ക് സ്റ്റാൻഡ് ഇട്ട് വെച്ച് എൻജിൻ ഓൺ ചെയ്ത് നിർത്തി. കുറച്ചു നേരം അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ അത് ശരിയാവും. പക്ഷേ കുറച്ചു നേരം അങ്ങനെ ഇരുന്ന ശേഷം പെട്ടെന്ന് എൻജിൻ ഓഫായി. പിന്നെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും അത് സ്റ്റാർട്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് 2 ദിവസം മുമ്പ് അടുത്ത വീട്ടിലെ ചേട്ടൻ കുറച്ച് പെട്രോൾ ചോദിച്ചു വന്നിരുന്ന കാര്യം അമ്മ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നത്. വീട്ടിൽ ഞാനില്ലാത്ത സമയമായിരുന്നതുകൊണ്ട് അയാൾ ബൈക്കിൽ നിന്നും ഉള്ള പെട്രോൾ മുഴുവൻ ഊറ്റിയെടുത്ത് കാണും. ഞാൻ പെട്രോൾ ടാങ്ക് തുറന്ന് ബൈക്കൊന്ന് കുലുക്കി നോക്കി. ഒരു തുള്ളി പെട്രോൾ പോലുമില്ല. നാശം പിടിക്കാനായിട്ട് എനിക്കങ്ങ് തരിച്ചു കയറി വന്നു. പിന്നെ ബൈക്ക് തള്ളിയാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചത്. ഇനി എന്ത് ചെയ്യും? കൂട്ടുകാർ ആരോടെങ്കിലും കുറച്ച് പെട്രോളും വാങ്ങി വരാൻ പറഞ്ഞാലോ? പിന്നെ തോന്നിയത് വേണ്ടെന്ന്. കാറിൽ തന്നെ പോവാം, എന്നിട്ട് അത് അയാളുടെ മുന്നിൽ കൊണ്ടിടാം. എന്നെയും കുടുംബത്തിനെയും കൊല്ലാൻ നോക്കിയതിന് നന്ദിയും പറയാം. ദേഷ്യം ഭയത്തിനെ അമർച്ച ചെയ്തപ്പോൾ അനുഭവപ്പെട്ട ഉശിരിൻ്റെ പുറത്ത് ഞാൻ കാറുമെടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങി. കാർ മെയിൻ റോഡിലേക്ക് കയറിയപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കാൽ ആക്സിലേറ്ററിൽ ശക്തിയായി അമർന്നുകൊണ്ടിരുന്നു. കാർ സുരക്ഷിതമായ വേഗപരിധി ലംഘിക്കുന്നത് ഞാൻ അറിഞ്ഞു. എന്നിട്ടും ഞാൻ കാലിലേക്ക് കൊടുക്കുന്ന സമ്മർദ്ദം കുറച്ചില്ല.
കുറേ ദൂരം അതേപോലെ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് അല്പം ശാന്തമായി. അയാളോടുള്ള ദേഷ്യം തീർക്കാൻ എന്തിനാണ് സ്വയം അപകടം വിളിച്ചു വരുത്തുന്നത്? എൻ്റെ മാത്രമല്ല, വഴിയിലൂടെ പോകുന്നവരുടെ ജീവനും അത് അപകടമാണ്. എൻ്റെ കാൽ ആക്സിലേറ്ററിൽ നിന്നും പതിയെ ഉയർന്നു. അതിന് ക്രമാനുഗതമായി കാറിൻ്റെ വേഗതയും കുറഞ്ഞു. രാജേന്ദ്രൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇനിയും ഒരുപാട് ദൂരമുണ്ട്. അവസാനമായി കണ്ടപ്പോൾ അടുത്ത മാസം കാനഡയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നു. ഒന്ന് ഫോൺ ചെയ്ത് ഞാൻ വരുന്നുണ്ടെന്ന കാര്യം പറഞ്ഞാലോ? കാരണം ഇനി ഞാൻ അവിടെ എത്തുന്ന നേരത്ത് അവർ അവിടെ ഇല്ലെങ്കിലോ? ഞാൻ ഫോൺ എടുത്ത് രാജേന്ദ്രൻ ചേട്ടൻ്റെ നമ്പർ ഡയൽ ചെയ്തു. ബ്ലൂടൂത്ത് കണക്റ്റ് ആയിരുന്നതുകൊണ്ട് കാർ സ്പീക്കറിലാണ് മറുതലയ്ക്കൽ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം മുഴങ്ങിയത്. ഏതാനും റിങ്ങുകൾക്ക് ശേഷം കോൾ അറ്റൻഡായി. ഞാൻ ഹലോ എന്ന് പറഞ്ഞെങ്കിലും മറുപടി വന്നില്ല. പകരം ഏതോ അവ്യക്തമായ പതർച്ചയും റേഡിയോ ട്യൂൺ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതിന് സമാനമായ ശബ്ദവുമായിരുന്നു അതിൽ മുഴങ്ങിയത്. ആ പതർച്ചയ്ക്കിടയിൽ ആരോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഹലോ, രാജേന്ദ്രൻ ചേട്ടനല്ലേ? ആ ശബ്ദം കേട്ട് ഞാൻ ചോദിച്ചു. നീ വാ. ആ പതർച്ചയ്ക്കിടയിൽ നിന്നും വേറിട്ട് ഒരു ശബ്ദം കേട്ടു. അത് രാജേന്ദ്രൻ ചേട്ടൻ്റെ ശബ്ദമോ സംസാര ശൈലിയോ അല്ല, അത് മറ്റാരോ ആണ്. ഒരു തരം ഭീഷണിയുടെയോ ആജ്ഞയുടെയോ ധ്വനി ആ ശബ്ദത്തിനുണ്ടായിരുന്നു. അതോ എന്നെ ഇല്ലായ്മ ചെയ്യുമെന്ന വെല്ലുവിളിയോ? എന്തു തന്നെയായാലും അതെന്നെ ഭയപ്പെടുത്താൻ തുടങ്ങി. ഞാനുടനെ കോൾ കട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിനായില്ല. ഫോൺ ഹാങ് ആയതുപോലെ അതിലെ ഡിസ്കണക്ട് ഓപ്ഷൻ പ്രവർത്തനരഹിതമായി നിന്നു. ക്രമേണ ആ പതറുന്ന ശബ്ദം ഉച്ചത്തിലാകുവാൻ തുടങ്ങി. അതുമൂലം എനിക്ക് ചുറ്റുമുള്ള വാഹനങ്ങളുടെ ശബ്ദം പോലും കേൾക്കാൻ പറ്റാതായി. കർണകഠോരമായ ആ ശബ്ദത്തിൽ നിന്നും മോചനം ലഭിക്കുവാനായി ഞാൻ കാർ റോഡരികിലേക്ക് ഒതുക്കി നിർത്താൻ വേണ്ടി വേഗത കുറച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. ക്ഷണനേരം കൊണ്ട് കാറിൻ്റെ വേഗത ക്രമാതീതമായി വർദ്ധിച്ചു. ഒപ്പം ആരോ ബലമായി പിടിച്ചു തിരിച്ചതുപോലെ സ്റ്റിയറിംഗ് വലതുവശത്തേക്ക് തിരിഞ്ഞു. അതോടെ കാർ വൺ വേ തെറ്റിച്ച് എതിർഭാഗത്തേക്ക് കടന്ന് അതിവേഗത്തിൽ കുതിച്ചു പായാൻ തുടങ്ങി. പരിഭ്രാന്തനായ ഞാൻ ബ്രേക്ക് ചവിട്ടി കാർ നിർത്താൻ ശ്രമിച്ചെങ്കിലും അതിനും എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് നിന്ന് എൻ്റെ മുഴുവൻ ഭാരവും ബ്രേക്ക് പാഡിൽ ചെലുത്തിയെങ്കിലും എന്തോ കാരണവശാൽ ജാമായതുപോലെ അത് താഴാൻ വിസമ്മതിച്ചു നിന്നു. കാറിൻ്റെ വേഗത നിമിഷം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അല്പദൂരം മുന്നോട്ട് പോയി ഒരു വളവ് തിരിഞ്ഞതും എൻ്റെ നേരെ മുന്നിൽ നിന്നും ഒരു കണ്ടെയ്നർ ലോറി വരുന്നത് ഞാൻ കണ്ടു. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നില്ല. എങ്കിലും അയാൾ ഉച്ചത്തിൽ ഹോൺ മുഴക്കിക്കൊണ്ട് ലോറി ഒരു വശത്തേക്ക് തിരിച്ചു. അതോടെ എനിക്ക് നേരെ വരികയായിരുന്ന ലോറി ഒരു വശത്തേക്ക് മാറിയെങ്കിലും പെട്ടെന്ന് ലോറി തിരിച്ചതിൻ്റെ ആഘാതത്തിൽ പുറകിൽ ഘടിപ്പിച്ചിരുന്ന കൂറ്റൻ കണ്ടെയ്നർ ബോക്സ് റോഡിലേക്ക് മറിഞ്ഞു വീണു. കാർ അതിവേഗത്തിൽ കൃത്യമായി അതിൻ്റെ ഒരു കോണിലേക്ക് ഇടിച്ചു കയറി. എങ്ങും നിശബ്ദത മാത്രം. കുറച്ചു നേരത്തേക്ക് എനിക്കൊന്നും കേൾക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കണ്ണുകൾ ഭയത്താൽ വികസിച്ച് പുറത്തേക്ക് ഉന്തി നിന്നു. എൻ്റെ കണ്ണിൽ തൊട്ടു തൊട്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്ന കൂർത്ത ലോഹപാളിയിലേക്കായിരുന്നു എൻ്റെ നോട്ടം മുഴുവൻ. കണ്ടെയ്നർ ബോക്സിൽ ഇടിച്ചു കയറിയപ്പോൾ കാറിൻ്റെ ബോണറ്റിൻ്റെ ഒരു ഭാഗം തകർന്ന് വിൻഷീൽഡിനുള്ളിലൂടെ ഉള്ളിലേക്ക് തുളച്ചു കയറിയതായിരുന്നു അത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ അതെൻ്റെ കണ്ണിലൂടെ തുളച്ച് തലയുടെ മറുവശത്തേക്ക് എത്തുമായിരുന്നു. ഞാൻ വളരെ ശ്രദ്ധയോടെ മുന്നിലേക്ക് ആഞ്ഞു നിൽക്കുന്ന തല സാവധാനം സീറ്റിലേക്ക് ചാരി. ചുറ്റും നിന്നും ആരുടെയൊക്കെയോ ഉച്ചത്തിലുള്ള നിലവിളികളും സംസാരങ്ങളും കേട്ടു. ആരൊക്കെയോ ചേർന്ന് കാറിൻ്റെ ഡോർ തകർക്കുകയും എന്നെ പുറത്തെടുക്കുകയും ചെയ്തു. ദേഹത്തും മനസ്സിലും ഒരുതരം മരവിപ്പ് ബാധിച്ചിരുന്നതുകൊണ്ട് അവരോട് സഹകരിക്കാനോ അവർ ചോദിക്കുന്നതിന് മറുപടി പറയാനോ ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. എന്നെ താങ്ങി ഏതോ ഒരു വാഹനത്തിലേക്ക് കയറ്റിക്കിടത്തിയ ശേഷം അവർ എനിക്കൊപ്പം കാറിൽ മറ്റാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നോ എന്നറിയാനായി അതിൻ്റെ ഉൾവശം പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഒന്നനങ്ങാൻ പോലും സാധിക്കാതെ ഒരു ജീവച്ചവം പോലെ ഞാൻ ആ വാഹനത്തിൻ്റെ സീറ്റിൽ നീണ്ടു നിവർന്നു കിടന്നു. ക്രമേണ എൻ്റെ ബോധം മറഞ്ഞു. കണ്ണു തുറക്കുമ്പോൾ ഞാനൊരു ആശുപത്രി കിടക്കയിലായിരുന്നു. എനിക്കരികിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അച്ഛനും അമ്മയും നിൽക്കുന്നുണ്ടായിരുന്നു. ശരീരത്തിൻ്റെ മരവിപ്പ് വിട്ടുമാറിയിരുന്നതുകൊണ്ട് അവരെ നോക്കി ഞാൻ ഒരു കൈ ഉയർത്തി. പക്ഷേ മനസ്സെപ്പോഴും മരവിച്ച അവസ്ഥയിൽ തന്നെയായിരുന്നു. എനിക്ക് അവരോട് ഒന്നും തന്നെ സംസാരിക്കാൻ കഴിഞ്ഞില്ല. 2 ദിവസമെടുത്തു ആ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ. ഞാൻ എന്തിനാണെന്നോ എവിടേക്കാണ് പോയതെന്നോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നോ ആരോടും പറയാൻ നിന്നില്ല. ഉണ്ടായ കാര്യം പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കും. പക്ഷേ അതവരെ ഭയപ്പെടുത്താനേ ഉതകൂ. അതുകൊണ്ട് അക്കാര്യം ഞാൻ അവരിൽ നിന്നും മറച്ചു പിടിച്ചു. തകർന്ന കാർ പിന്നെ നന്നാക്കിയെടുക്കാൻ ഞാൻ മുതിർന്നില്ല. അത് സ്ക്രാപ്പുകാർക്ക് ഇരുമ്പ് വിലയ്ക്ക് വിറ്റൊഴിവാക്കി. എന്നാൽ കണ്ടെയ്നർ ലോറി ഉടമകൾ ഇൻഷുറൻസിന് വേണ്ടി കേസ് കൊടുത്തിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് നിരന്തരമെന്നോണം അപകടമുണ്ടാവാറുള്ള സ്ഥലത്ത് വെച്ചാണ് എൻ്റെ കാറും അപകടത്തിൽപ്പെട്ടത്. അക്കാരണത്താൽ ഇൻഷുറൻസ് തുക ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അല്ലായിരുന്നെങ്കിൽ വലിയൊരു ബാധ്യത തന്നെ എനിക്ക് ഏൽക്കേണ്ടി വന്നേനെ. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം അവസാനിച്ചു. ഞാൻ കഴിഞ്ഞതെല്ലാം മറന്ന് പഴയ പോലെ എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ വ്യാപൃതനായി. ആഴ്ചകൾ കടന്നുപോയി.
അങ്ങനെയിരിക്കെ ഒരു ദിവസം ഓഫീസിൽ നിന്നും ഇറങ്ങാൻ നേരം ഞാൻ യാദൃശ്ചികമായി ഒരാളെ കണ്ടു. രാജേന്ദ്രൻ ചേട്ടൻ. അവസാനമായി കണ്ട സമയത്ത് കാനഡയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ അതേ രാജേന്ദ്രൻ ചേട്ടൻ. അയാളെ കണ്ട നേരത്ത് എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയതെന്ന് എനിക്ക് പോലും അറിയില്ല. മുഖത്ത് ഒരു ചിരി ഒട്ടിച്ചു വെച്ച് ഞാൻ അയാൾക്ക് നേരെ ചെന്നു. എന്നെ കണ്ട് ആൾ അല്പം പരിങ്ങിപ്പോയി. കാനഡയിൽ നിന്നും എന്ന് തിരികെ വന്നു? ഞാൻ സൗഹൃദം നടിച്ചു ചോദിച്ചു. എൻ്റെ ആ ചോദ്യത്തിലെ പരിഹാസം തിരിച്ചറിഞ്ഞ അയാൾ അതിന് മറുപടി പറഞ്ഞില്ല. വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതും പറഞ്ഞ് ഞാൻ അയാളെ റോഡിന് എതിർവശത്തെ പാർക്കിലേക്ക് വിളിച്ചു. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല. എനിക്കൊപ്പം നടക്കുന്നതിനിടയിൽ അയാൾ പറഞ്ഞു, അപ്പോൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കാറിൻ്റെ തലയിൽ കെട്ടിവെച്ചതല്ലേ? ഞാൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് ചോദിച്ചു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം രാജേന്ദ്രൻ ചേട്ടൻ ആ കാറിൻ്റെ കഥ എന്നോട് പറഞ്ഞു. അത് ഇങ്ങനെയായിരുന്നു. 2 വർഷം മുമ്പ് രാജേന്ദ്രൻ ചേട്ടൻ്റെ സുഹൃത്തായ ജയൻ എന്നൊരാൾ വാങ്ങിയതാണ് ആ കാർ. ജയൻ്റെ മകൻ ദീപക് ഒരു താന്തോന്നിയായിരുന്നു. ഒരു ദിവസം ദീപക് വീട്ടുകാരോട് പറയാതെ കാറും എടുത്ത് എവിടേക്കോ പോയി. അതിനുശേഷം 2 ദിവസത്തേക്ക് ദീപകിൻ്റെ ഒരു വിവരവും ഉണ്ടായില്ല. പരിഭ്രാന്തരായ വീട്ടുകാർ പോലീസിൽ അറിയിക്കുകയും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അന്വേഷിക്കുകയും ചെയ്തു. പക്ഷെ ഒരിടത്തും അയാളെ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെയിരിക്കെ 2 ദിവസത്തിന് ശേഷം പോലീസിന് ഒരു ഷോപ്പിംഗ് മാൾ അധികൃതരുടെ ഫോൺ വന്നു. അവരുടെ മാളിലെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ 2 ദിവസമായി ഒരു കാർ ഉപേക്ഷിക്കപ്പെട്ടതുപോലെ കാണപ്പെടുന്നുവെന്നും പറഞ്ഞ്. ലഭ്യമായ വിവരങ്ങളിൽ നിന്നും അത് ദീപക് കൊണ്ടുപോയ ജയന്റെ കാറാണെന്ന് പോലീസിന് മനസ്സിലായി. മാളിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലെത്തി കാർ തുറന്നു നോക്കിയ പോലീസ് കണ്ടത് ഡ്രൈവർ സീറ്റിൽ മരിച്ചു കിടക്കുന്ന ദീപകിനെയാണ്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ടായിരുന്നതുകൊണ്ട് അവിടമാകെ ദുർഗന്ധം വ്യാപിച്ചു. കാറിനകത്ത് വെച്ച് ലഹരി ഉപയോഗിച്ച ശേഷം AC ഓൺ ചെയ്ത് വിശ്രമിച്ച ദീപക് ഉള്ളിൽ നിറഞ്ഞ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ച് മരണപ്പെടുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം പോലീസിൻ്റെതായ എല്ലാ നടപടികളും കഴിഞ്ഞ് തിരികെ കിട്ടിയ കാർ ജയൻ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. അത് വിറ്റൊഴിവാക്കാൻ അയാൾ തീരുമാനിച്ചു. ദീപകിൻ്റെ സംഭവം അറിയാവുന്നതുകൊണ്ട് ആരും കാർ വാങ്ങാൻ സന്നദ്ധരായില്ല. എന്നാൽ ജയന്റെ സുഹൃത്തായ രാജേന്ദ്രൻ ആ കാർ വാങ്ങുകയായിരുന്നു. പക്ഷേ അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. കാർ വീട്ടിലേക്ക് കൊണ്ടുപോകും വഴി അപകടത്തിൽപ്പെടാൻ പോയി. കാർ ഓടിച്ചത്ര പരിചയമില്ലാത്തതുകൊണ്ട് പറ്റിയതാണെന്ന് കരുതി അയാൾ അത് കാര്യമാക്കിയില്ല. വീട്ടിലെത്തിയ ശേഷം അയാൾക്ക് കാറിൽ ആരുടെയോ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി. രാത്രി അയാൾക്ക് കാറിനകത്ത് ദീപക് ഇരിക്കുന്നത് പോലെ ഒരു തോന്നലുണ്ടായി. ഒരു ദിവസം അയാൾ കാറിനകത്ത് ദീപകിന്റെ ശബ്ദം കേൾക്കുകയും ചെയ്തു. സുഹൃത്തിന്റെ മകനെ പണ്ട് തൊട്ടേ അറിയാമായിരുന്നതിന്റെ പേരിൽ തനിക്കുണ്ടാകുന്ന തോന്നലുകളാണ് അതെല്ലാമെന്ന് അയാൾ സ്വയം വിശ്വസിച്ചു. ഈ കാർ തനിക്കൊരിക്കലും സമാധാനത്തോടെ ഓടിക്കാൻ കഴിയില്ല എന്നയാൾക്ക് തോന്നി. അങ്ങനെയാണ് അത് വിൽക്കാൻ അയാൾ തീരുമാനിക്കുന്നതും എനിക്ക് മെസ്സേജ് അയക്കുന്നതും. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തു പറയണമെന്നില്ലാതായി. അയാൾ എന്നെ മനഃപൂർവ്വം വഞ്ചിക്കുകയായിരുന്നോ? അതോ അയാൾ പറഞ്ഞതുപോലെ ആ സംഭവങ്ങളെല്ലാം തൻ്റെ വെറും തോന്നലുകളാണെന്ന് സ്വയം വിശ്വസിച്ചിരുന്നോ? ഞാൻ ആ കാർ മൂലം എനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ അയാളോട് പറഞ്ഞു. ഏറ്റവും അവസാനം സംഭവിച്ച അപകടം ഉൾപ്പെടെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. ആ കണ്ണുനീരിൽ സത്യമുള്ളതുപോലെ എനിക്ക് തോന്നി. പിന്നെ ഞാൻ അയാളെ കുറ്റപ്പെടുത്താൻ നിന്നില്ല. എനിക്കുണ്ടായത് എൻ്റെ വിധി. എന്തൊക്കെയായാലും ചെറിയ ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചാൽ യാതൊരു പരിക്കുകളും കൂടാതെ ഞാനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് എനിക്ക് തോന്നി. കഴിഞ്ഞതെല്ലാം ഇനി ഓർമ്മകൾ മാത്രമാണ്. അവയെ അവയുടെ വഴിക്ക് വിട്ട് ഭാവിക്ക് വേണ്ടി ജീവിക്കുക. ഞാൻ നല്ലൊരു ഭാവിയുടെ ശുഭപ്രതീക്ഷകളുമായി എൻ്റെ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് മടങ്ങി.